ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ സൈബർ ലോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത് 17th October 2000 ഈ ആക്റ്റിൽ എന്തൊക്കെയാണ് ഡിജിറ്റൽ കോൺട്രാക്റ്റ്, ഡിജിറ്റൽ പ്രോപ്പർട്ടി, ഡിജിറ്റൽ റൈറ്റ്, ഇതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതിനൊക്കെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വയലേഷൻ ഓഫ് ദീസ് ലോസ് കൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ലോസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? ക്രൈമായി മാറും. അപ്പോൾ ആ ക്രൈമിന് ഭയങ്കര പണിഷ്മെൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ആക്റ്റിൽ സെക്ഷൻ 65 to 74 പറയുന്നത് എന്താ പറയുക, സൈബർ ക്രൈംസ് എന്താണെന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് സൈബർ ക്രൈംസിൻ്റെ എന്താ പറയുക ഭാഗത്തിൽ പെടുന്നത്, ഏതൊക്കെയാണ് സൈബർ ക്രൈംസ് എന്നുള്ളതാണ്. അതിന് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക, നോട്ടിലേക്ക് എഴുതുക. അതായത് പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നു കഴിഞ്ഞാൽ അതെന്തായി മാറിയെന്നാണ്, ക്രൈമായി മാറിയെന്നാണ്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് എന്ത് ചെയ്യണം. എത്ര 13 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ 13 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. മേ ബി എക്സാമിന് ചോദിക്കാം എന്തൊക്കെയാണ് സൈബർ ക്രൈംസ്. അപ്പോൾ സെക്ഷൻ 64 to 75 ക്രൈംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതാൻ പറ്റണം, പഠിച്ച് വെക്കണം. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു. കഴിച്ചിട്ട്